Hi friends, welcome to Trick Teacher. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ലിവിംഗ് വേൾഡ് എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. നമ്മൾ ഏകദേശം 8ാമത്തെ പേജാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള പാർട്സ് നിങ്ങൾ ഫസ്റ്റിലത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോ ചാനലിലേക്ക് പോയിട്ട് ട്രിക്ക് ടീച്ചർ എന്ന ചാനലിലേക്ക് പോയിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരിക. ഇതിന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന ഈ പാർട്ടാണ്. ഈ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന ഈ പാസേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ടാക്സോണമിക് കാറ്റഗറിയിൽ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. നമുക്കറിയാം, ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ്റെ സിസ്റ്റമാണ്. ദ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താ പറയുക, ഹൈറാർക്കി എന്നാണ് ഇതിന് മൊത്തത്തിൽ പറയുന്നത്. ടാക്സോണമിക് ഹൈറാർക്കി എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഓരോ കാറ്റഗറി കാണാം, ഓരോ സ്റ്റെപ്പുകൾ കാണാം. ഇതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിന് ടോട്ടലി നമ്മൾ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഇതിൽ ഒരു സ്റ്റെപ്പിന് മാത്രം നമ്മൾ പറയുന്ന പേരാണ് ടാക്സോൺ എന്നാണ് ഇതിൽ ഒറ്റൊരു കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പാസേജിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻസെക്ട് എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇൻസെക്ട് എന്ന ഗ്രൂപ്പിലേക്ക് ജീവികളെ ആഡ് ചെയ്യപ്പെട്ടത്? ഈച്ചയ്ക്കും മോസ്കിറ്റോയിനും അതേപോലെയുള്ള ഇൻസെക്ട്സിനും എന്താണ് പ്രത്യേകതയുള്ളത്? ദേ ഹാവ് 3 പെയർ ഓഫ് ജോയിന്റഡ് അപ്പൻഡേജസ് എന്ന ഒറ്റൊരു കാര്യം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, ഒരു ക്ലാസ് ഇൻസെക്ട്സിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ടാക്സോണമിക് ഹൈറാർക്കിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, കിങ്ഡം അനിമേലിയയിൽ പെടുന്ന ആളാണ് ഒരു ഹ്യൂമൻ ബീങ്, ഒരു ക്യാറ്റ്, ഒരു ഡോഗ്, ഒരു ടൈഗർ എല്ലാം. എന്നാൽ നമുക്കറിയാം, ഫാമിലിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ മറ്റൊരു ഫാമിലിയാണ്. എന്നാൽ പൂച്ചയുടെയോ അല്ലെങ്കിൽ ഡോഗിൻ്റെയോ അല്ലെങ്കിൽ കടുവയുടെയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ദെയർ ഫാമിലി ഈസ് സെയിം, ബട്ട് ദെയർ ജീനസ് ആൻഡ് സ്പീഷീസ് ഈസ് ഡിസിമിലർ. അവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആ വസ്തുക്കളുടെ ഒരു ജീവികളുടെ സിമിലാരിറ്റി കുറഞ്ഞു വരുന്നതായിട്ടും, കിങ്ഡം മുതൽ നമ്മൾ സ്പീഷീസിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വസ്തുക്കളാണുള്ളത്, 2 ജീവികളാണുള്ളത്. ഇതിൻ്റെ സ്പീഷീസ് രണ്ടും എന്താണ് ഡിഫറെൻ്റ് ആണ്, ബട്ട് ജീനസ് രണ്ടും സെയിം ആണ് എങ്കിൽ അവർ തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. അതായത് കിങ്ഡത്തിൽ നിന്നും സ്പീഷീസിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ സിമിലാരിറ്റി കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് 9th പേജിലേക്ക് പോവുകയാണ്. 9th പേജിൽ നമുക്ക് ഓരോ ടാക്സോണിനെയും വേർതിരിച്ച് പഠിക്കാനാണുള്ളത്. നമുക്ക് അതിൽ ഓരോ കാറ്റഗറി ഇങ്ങനെ എടുത്ത് നോക്കാം. ഇതിൽ സ്പീഷീസ് എന്ന ഒരു കാറ്റഗറിയാണ് നൽകിയിരിക്കുന്നത്. സ്പീഷീസ് എന്നാൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ പൊട്ടാരയുടെ സൊളാനം ട്യൂബറോസും എന്ന് നൽകിയിരിക്കുന്നു. അതിൽ സൊളാനം ട്യൂബറോസും എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ ട്യൂബറോസും എന്നതാണ് സ്പീഷീസ് നെയിം. സൊളാനം എന്നുള്ളത് നമുക്കറിയാം അത് ജീനസ് നെയിമാണ്. ഗുഡ് സ്റ്റുഡൻറ് എന്ന നമ്മുടെ ഷോർട്ട് കട്ട് നമ്മൾ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വരുന്നതാണ് സ്പീഷീസ് നെയിം. ജീനസ് നെയിം നമുക്ക് ജീനസിലേക്ക് നോക്കാം. ഓക്കെ, പൊട്ടാറ്റോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജീനസ് നെയിമാണ് സൊളാനം. അതിൻ്റെ ഫാമിലി എടുത്തു നോക്കാം, സൊളാനേസിയ ഫാമിലിയാണ്. അതുപോലെ ഫെലിസ് കാറ്റിൻ്റെ ഫാമിലിയാണ് ഫെലിഡിയ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എക്സാമിന് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒരു 4 മാർക്കിന് സ്പീഷീസ് എന്താണ്, ജീനസ് എന്താണ്, ഫാമിലി എന്താണ്, ടോട്ടൽ നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ നെക്സ്റ്റ് 10th പേജിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഹൈറാർക്കിയിലെ അടുത്ത ടാക്സോൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ച ചിത്രത്തിൽ നോട്ടായിട്ട് നൽകിയിട്ടുള്ള ആ ചിത്രത്തിലുള്ള പോലെ തന്നെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടേബിളുണ്ട്. ടേബിൾ 1.1 11th പേജിലുള്ളതാണ്. അതിൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ, അതേപോലെ ഹൗസ് ഫ്ലൈ, ഈച്ചയുടെ, മാംഗോ, വീറ്റ്, ഗോതമ്പിൻ്റെ ഈ 4 സാധനത്തിൻ്റെ കുറച്ച് നെയിംസ്, കാര്യങ്ങൾ, ബയോളജിക്കൽ നെയിം, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഒരു ഡിവിഷൻ പഠിക്കാനുണ്ട്. ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും നമുക്ക് കാണാം പബ്ലിക് എക്സാമിന് കൂടെ
വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി ടേബിൾ നൽകുന്നതായിട്ട് കാണാം. 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള ഒരിതാണ്. ഈ പാഠത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഥവാ VIP സെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. ദിസ് ഈസ് എ VIP സെഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് പഠിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. നമുക്ക് ഹോമോസാപ്പിയൻസ് എന്ന് എടുത്തു നോക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും കണ്ടെത്താൻ കഴിയും. എന്താണ് ജീനസ് നെയിം? ജീനസ് നെയിം ഫസ്റ്റ് ഉള്ളതാണ്. സോ ഹോമോ എന്നാണ് അതിൻ്റെ ജീനസ് നെയിം. സാപ്പിയൻസ് എന്നത് അതിൻ്റെ സ്പീഷ്യസ് നെയിമുമാണ്. ഫാമിലി നോക്കൂ. ഹോമിനീഡിയ ഫാമിലിയാണ്. അതിൻ്റെ ഓർഡർ പ്രൈമേറ്റയാണ്. ക്ലാസ് മെമേലിയാണ്. ഡിവിഷൻ ഓഫ് ഫൈലം കോർഡാറ്റയാണ്. ഇനി നമുക്ക് ഹൗസ് ഫ്ലൈയുടെ ബയോളജിക്കൽ നെയിം നോക്കാം. മസ്ക ഡൊമസ്റ്റിക്ക. അതുപോലെ അതിൻ്റെ ജീനസ് നെയിമാണ് മസ്ക. ഓക്കെ. ഫാമിലി മസീഡിയാണ്. ഡിപ്റ്റേറ ഫാമിലി ഇൻസെക്റ്റ ക്ലാസ് ആണ്. ആർത്രോപോഡ ഡിവിഷനാണ്. ഇനി മാംഗോ നോക്കാം. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. ഇന്ത്യൻ മാംഗോയുടെ പേരാണ് മാഞ്ചിഫറ ഇൻഡിക്ക. ഇതിൽ മാഞ്ചിഫറ ജീനസും അനാകാഡിയാഷിയ എന്ന് പറയുന്നതിൻ്റെ ഫാമിലിയും സാപ്പിൻഡിൽസ് എന്ന് പറയുന്നതിൻ്റെ ഓർഡറും ഡൈക്കോട്ടിലിഡനെ അഥവാ 2 ഡൈക്കോട്ട്സ് ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നതാണ് ക്ലാസ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പോമയാണ് പൂവുണ്ടാവുന്നത്. ഓക്കെ. വീഡിയോ നോക്കാം. ട്രിറ്റീക്കം മൈസ്റ്റീവിയമാണ്. അതിൽ ട്രിറ്റീക്കം ജീനസ് നെയിം വരുമ്പോൾ പൊക്കാസിയ ഫാമിലിയും ഓർഡർ പോയൽസുമാണ്. മോണോക്കോട്ടിലിഡനെ അഥവാ ഒരു മോണോക്കോട്ട് മാത്രമേ അതിന് കാണുന്നുള്ളൂ. ആൻജിയോസ്പോമയ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫാമിലിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ചാണ്. ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഹെർബേരിയത്തിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതിൽ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു ടേമാണ് ഹെർബേരിയം. ഹെർബേരിയം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതായത് ഒരു ഡെഫിനിഷൻ നമുക്ക് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പലപ്പോഴും 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഹെർബേരിയം. വാട്ട് ഈസ് ഹെർബേരിയം? ഹെർബേരിയം എന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. അടിവരയിട്ട ഭാഗം ഞാൻ വായിച്ചു തരാം. It's a stock house of collected plant specimens that are dried, pressed and preserved on sheets. ഓക്കെ. അതായത് നമ്മുടെ ചെടിയുടെ ഒരു പാട്ടിനെ പരത്തി നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം അമർത്തി പരത്തി പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനാണ്, ഷീറ്റുകളിൽ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനാണ് ഹെർബേരിയം എന്ന് പറയുന്നത്. ഓക്കെ. ഹെർബേരിയത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. 1.2 ഫിഗർ. അതിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹെർബേരിയത്തിൽ അത് മാത്രമല്ല, നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ച വസ്തുവിൻ്റെ എവിടുന്നാണ് കളക്ട് വെച്ചത്, ഏത് ഡേറ്റിലാണ് കളക്ട് ചെയ്തത്, അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ലോക്കൽ നെയിം എന്താണ്, അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ് എന്താണ്, ഫാമിലി ഏതാണ്, ആരാണ് കളക്ട് ചെയ്തത് മുതലായ രേഖകളും ഈ ഹെർബേരിയത്തിനോടൊപ്പം നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ക്യൂ, ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, അതിൻ്റെ പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൗറ. അതേപോലെ തന്നെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ 3 ആ സ്ഥലങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മറ്റൊന്നും ഇതിൽ നിന്ന് പഠിക്കാനില്ല. പിന്നെ നമുക്ക് കീ എന്ന മറ്റൊരു ടേമിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് മ്യൂസിയത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അവിടെ ജീവനില്ലാത്ത ചെടികളുടെയും ആനിമൽസിൻ്റെയും ബോഡി പാർട്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈച്ചകളെയാണെങ്കിൽ ഇൻസെക്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് അവരെ കാണുന്നത്. അതിലവരെ പരത്തി പിന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ. അതേപോലെ തന്നെ ആനിമൽസിൻ്റെ സ്കെൽട്ടൻ്റെയും കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും. സോളജിക്കൽ പാർക്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പോകാറുണ്ട്. തിരുവനന്തപുരം സോളജിക്കൽ പാർക്ക് അതിന് എക്സാമ്പിളാണ്. സോളജിക്കൽ പാർക്സിൽ നമ്മൾ ജീവനോടെയുള്ള മൃഗങ്ങളെ അവരുടെ നാച്ചുറൽ ഹാബിറ്റിൽ തന്നെയാണ് വളർത്തുന്നത്. എന്നാൽ അവിടെ ഹ്യൂമൺ ആണ് അവരുടെ കെയർ നടത്തുന്നത്. പിന്നെ മറ്റൊരു ടേമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കീ. പലപ്പോഴും ചോദിക്കുന്ന ഒരു ടേമാണ് കീ. എന്താണ് കീ എന്ന് പറഞ്ഞാൽ? കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയുള്ള ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിനെയാണ് കപ്ലറ്റ് എന്ന് പറയുന്ന ഒരു ടേം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് കപ്ലറ്റ്. എന്താണ് കപ്ലറ്റ് എന്നൊരു ടേം ഇവിടെ പഠിക്കേണ്ടത്? അതിൻ്റെ ഡെഫിനിഷനാണ് എ പെയർ ഓഫ് കൺട്രാക്റ്റിംഗ് ക്യാരക്ടർ. മാത്രമല്ല കീയിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ ലീഡ് എന്നാണ് വിളിക്കുന്നത്. കീയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയാണ്. അതായത് നമുക്കൊരു വസ്തുവിൻ്റെ പേര് കുറിച്ച് അറിയണം. അപ്പോൾ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിൻ്റെ ഇലയുടെ കളർ എന്താണ്, പച്ചയാണോ മഞ്ഞയാണോ? അതുപോലെ 2 ഓപ്ഷനുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വസ്തു ഏതാണെന്ന് കണ്ടെത്തി തരുന്നൊരു പരിപാടിയാണ് കീ.
അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ്, ഫോണ എന്ന് പറഞ്ഞാൽ എനിമൽസ് ആണ്. അതുപോലെ നമുക്ക് അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളൂടി പഠിക്കാനുണ്ട്, നോക്കാം. ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്, ഇത് 4 കാര്യങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ ജസ്റ്റ് പ്രതിപാദിക്കുന്നത്. ഇതിൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചതായിട്ട് കാണാം. ഇനി ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. actual account of habitat and distribution of plants of a given area is known as flora. ഒരു നിശ്ചിത വ്യവസ്ഥയിലുള്ള ഒരു വിസ്തീർണത്തിലുള്ള ഒരു സ്ഥലത്ത് എന്താണ് ഉള്ള പ്ലാന്റ്സിനെ കുറിച്ചുള്ള അതിൻ്റെ ഹാബിറ്റേറ്റും അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ മറ്റൊരു സോഴ്സാണ് ഫ്ലോറ എന്ന് പറയുന്നത്. മാനുവൽസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് ഒരു സ്ഥലത്തുള്ള ഒരു സ്പീഷീസിന്റെ നെയിം കണ്ടുപിടിക്കണം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ നൽകുന്ന ഒരു വസ്തുവാണ് മാനുവൽ. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ടാക്സോൺ, നമുക്കറിയാം സ്പീഷീസിനെ കുറിച്ചിട്ടാണെങ്കിലും ജീനസ് എന്നൊക്കെ പറയുന്നത് ഓരോ ടാക്സോൺസ് ആണല്ലോ, അതിൽ ഒരു ടാക്സോണിനെ കുറിച്ച് മാത്രം വിവരം നൽകുന്നതിനാണ് മോണോഗ്രാഫ് എന്ന് പറയുന്ന സാധനം. അതിൽ മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം, മോണോഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ഒറ്റൊരു ടാക്സോണിനെ കുറിച്ച് മാത്രമേ അതിൽ വിവരം നൽകൂ. സോ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇതിന്റെ ജസ്റ്റ് സമ്മറിയാണ് നമ്മുടെ പേജ് നമ്പർ 14 ലാസ്റ്റ് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്താൽ നമ്മുടെ പാഠം വളരെ ഷുവറായിട്ട് കണ്ടീഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയും. നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രം പാഠം ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഏകദേശം അരമണിക്കൂറുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സോ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 4-5 ചാപ്റ്റർ കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതോടെ നിങ്ങൾക്ക് ഷുവറായിട്ട് 100% സ്കോർ ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്യും. അതോടെ നിങ്ങൾക്ക് വളരെ എളുപ്പം അനായാസം ട്യൂഷന് പോകുന്ന കുട്ടികളെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അടുത്ത ക്ലാസ്മേറ്റ്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇത് എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നോ അത്രത്തോളം ഇത് ഫേമസ് ആവുകയും അത്രത്തോളം ഈ വീഡിയോയുടെ ക്വാളിറ്റി കൂടുകയും ചെയ്യും എന്ന് ഞാൻ ഉറപ്പുവരികയാണ്. മാത്രമല്ല ഞങ്ങളുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് പോയാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കും. അതിലൂടെ ഞങ്ങൾ PDF ഫയൽസ്, പുതിയ വീഡിയോസിൻ്റെ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.